തരീണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 8. അക്കാലത്ത് യേശു അരുൾ ചെയ്തു, ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. അറിയപ്പെടാതെയും വെളിച്ചത് വരാതെയും ഇരിക്കുന്ന രഹസ്യവുമില്ല. ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ ഉള്ളവന് പിന്നെയും നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നത് കൂടെയും എടുക്കപ്പെടും. കർത്താവിന്റെ സുവിശേഷം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ ധ്യാന വിഷയം. വെളിച്ചം ലഭിക്കാനായി രാത്രികളിൽ വീടുകളിൽ വിളക്ക് കൊളുത്തുക എന്നൊരു സാധാരണ പ്രവൃത്തിയെ ഒരു ഉപമയാക്കി വലിയൊരു സത്യത്തെ പഠിപ്പിക്കുകയാണ് ഈശോ ഈ വചനഭാഗത്ത്. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല. വേദപുസ്തകത്തിലെ വചനത്തെക്കുറിച്ചാണ് ഈശോ ഇവിടെ ഉപമയിലൂടെ പ്രതിപാദിക്കുന്നത്. രാത്രിയുടെ ഇരുട്ടിൽ പ്രകാശിക്കാൻ ആവശ്യമായ ഒരു വിളക്കാണ് ദൈവവചനം. അത് ബൈബിളിൽ തന്നെ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ ഒരു പാത്രത്തിന് കീഴിലുള്ള വിളക്ക് പോലെയായിരിക്കും. വചന വെളിച്ചത്തിൽ ആർക്കും ജീവിക്കാൻ കഴിയില്ല. എന്നാൽ അത് ഭൂമിയുടെ അതിർത്തികൾ വരെ പ്രഘോഷിക്കപ്പെടുമ്പോൾ മുഴുവൻ വീടിനും ലോകത്തിനും തന്നെ വെളിച്ചം നൽകുന്നു. നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട കാര്യങ്ങൾ നിങ്ങൾക്കായി മാത്രം സൂക്ഷിക്കരുത്, മറിച്ച് അവ മറ്റുള്ളവരുമായി പങ്കിടണം എന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. ഒരു രഹസ്യവും അറിയപ്പെടാതെ പോകില്ല. സുവിശേഷം പ്രചരിപ്പിക്കാനും സാക്ഷ്യം നൽകാനും ഓരോ ക്രിസ്ത്യാനിയും ഒരിക്കലും ഭയപ്പെടരുത്. ശിഷ്യന്മാർക്ക് ഇവ തങ്ങൾക്ക് മാത്രമായി സൂക്ഷിക്കാൻ കഴിയുകയില്ല, മറിച്ച് അവ പങ്കുവെക്കപ്പെടണം. കാരണം പങ്കുവെക്കപ്പെടാനുള്ളതാണ് സുവിശേഷം. നിങ്ങൾ എപ്രകാരമാണ് ഈ സുവിശേഷം കേൾക്കുന്നത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവിനെന്നും ക്രിസ്തു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എന്തെന്നാൽ അക്കാലത്ത് മിശിഹായെക്കുറിച്ചുള്ള അനേകം മുൻധാരണകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ക്രിസ്തുവിന്റെ സുവിശേഷം ശരിയായ വിധത്തിൽ മനസ്സിലാക്കുന്നതിൽ നിന്ന് ആളുകളെ തടഞ്ഞു. ഇക്കാരണത്താൽ മുൻധാരണകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളെക്കുറിച്ചുള്ള യേശുവിന്റെ ഈ മുന്നറിയിപ്പ് തികച്ചും യാഥാർത്ഥ്യമാണ്. മുൻധാരണകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുവാൻ യേശു ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നു. കാരണം കണ്ണുകളുടെ നിറം പച്ചയാണെങ്കിൽ എല്ലാം പച്ചയാണെന്ന് നമുക്ക് തോന്നും, നീലയാണെങ്കിൽ എല്ലാം നീലയാണെന്നും നമുക്ക് തോന്നും. ക്രിസ്തുവിനെ നോക്കുമ്പോൾ എനിക്കുള്ള ധാരണ തെറ്റാണെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ സ്വീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതെല്ലാം തെറ്റാകും. മിശിഹ മഹത്വമേറിയ രാജാവായിരിക്കണമെന്ന് ഞാൻ കരുതുന്നുവെങ്കിൽ കുരിശിനെക്കുറിച്ചും പീഡനത്തെക്കുറിച്ചും ഉയിർപ്പിനെക്കുറിച്ചുമെല്ലാം യേശു പഠിപ്പിക്കുന്ന ഒന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കില്ല. അപ്രകാരം സംഭവിച്ചാൽ എനിക്ക് ഉണ്ടെന്ന് ഞാൻ കരുതിയ വചന വെളിച്ചം പോലും എന്നിൽ നിന്ന് നഷ്ടമാകും. വചനം അറിഞ്ഞ് വചനം ജീവിക്കുന്നവന് ക്രിസ്തു വചനം പിന്നെയും ധാരാളമായി നൽകും. ഈശോയെ, അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തെ എന്റെ അധരങ്ങൾ പ്രഘോഷിക്കും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ. ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ.